ഓരോ സ്ത്രീയുടെയും ജീവിതം തകർന്നു വീഴുന്നതായിട്ട് തോന്നുന്നത് അവൾ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് നയിക്കപ്പെടുമ്പോഴാണ്. അവൾ നിരസിക്കപ്പെടുകയാണ്, ക്രൂശിക്കപ്പെടുകയാണ്, ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെടുകയാണ്, എല്ലാം തകർന്നു വീഴുകയാണ്, ജീവിതം അശാന്തിയാവുകയാണ്, സ്ട്രഗിളിങ്സിലൂടെ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ ഫാമിലിയിലുള്ള പ്രോബ്ലംസ് ആകാം, അനുസരണക്കേടുള്ള കുട്ടികൾ നിമിത്തമുണ്ടാകുന്ന അശാന്തിപരമായിട്ടുള്ള അന്തരീക്ഷമോ, ജോലി നഷ്ടപ്പെടുകയോ, ഉദ്ദേശിച്ച ആഗ്രഹങ്ങൾ നടക്കായിക വരികയോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു സ്ത്രീയെ തകർക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ തകർക്കൽപ്പെടൽ ശരിക്കും ദൈവത്തിൻ്റെ കൈവിരുതാണ് എന്നുള്ളതാണ്. നിങ്ങൾ വളരെയധികം തീരാ ദുഃഖങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങളെ ദൈവം കൊണ്ടുപോകുന്നത് ഒരു മരുഭൂമിയിലേക്കാണ് എന്നുള്ളതാണ്. ഒരു മരുഭൂമിയാണ് ദൈവം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് സ്ത്രീകളെ പരീക്ഷിക്കാൻ വേണ്ടി. ആ മരുഭൂമിയിൽ കിടന്നുകൊണ്ട് നമ്മൾ അശാന്തിപരമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ കടന്നു പോകും. ഡിപ്രഷൻ വരും, സ്ട്രെസ് വരും, മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, വിഷാദങ്ങൾ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന തോന്നലുകൾ, നിരസിക്കലുകൾ, തകർന്നടിയുന്നത്, നമ്മുടെ മുമ്പിൽ ശത്രുക്കൾ ജയിക്കുന്നത്, ശത്രുക്കൾ ആഞ്ഞ് ചിരിക്കുന്നത്, നമ്മളെ തകർക്കാൻ നോക്കുന്നത്, ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മളെ നിരസിക്കുന്നവർ, നമ്മളെ ചവിട്ടി മെതിച്ച് കടന്നു പോകുന്നവർ, അങ്ങനെ ഓരോ അന്തരീക്ഷത്തിലൂടെയും മരുഭൂമിയിൽ കിടന്നുകൊണ്ട് സ്ത്രീകൾ പരീക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ നിരസിക്കപ്പെടുമ്പോൾ ദൈവം നിങ്ങളെ അവിടെ കൈ പിടിച്ച് ഉയർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ പ്രാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ അനുഭവങ്ങൾ സ്ത്രീകളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ അതിശക്തമായിട്ട് അടയപ്പെടുകയാണ്, നിങ്ങൾ അവഗണിക്കുകയാണ്, തഴയപ്പെടുകയാണ്, അപമാനിക്കപ്പെടുകയാണ്. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എല്ലാം തകർന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങൾ, എല്ലാം കൈവിട്ടു എന്ന് തോന്നുന്ന നിമിഷങ്ങൾ, മരുഭൂമിയിൽ നിങ്ങൾ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങൾ, ഈ നിമിഷത്തിലാണ് ദൈവം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ദൈവം അതിശക്തമായിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് അനുഗ്രഹത്തിന് തൊട്ട് മുൻപുള്ള അവസ്ഥകളിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നിരുന്നത് എന്ന് ഓർക്കുക. വലിയൊരു അനുഗ്രഹം നിങ്ങളെ തേടി വരികയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത്രമാത്രം സ്ട്രഗ്ലിങ്സിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ പ്രത്യേകിച്ചും അധികം താങ്ങാൻ കഴിവില്ലാത്തവരാണ്. പക്ഷേ പ്രാർത്ഥനകൾ മാത്രമാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല എന്നും നിങ്ങളുടെ അനുഗ്രഹത്തിന് തൊട്ട് മുൻപാണ് അതിതീവ്രമായ വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് എന്നും വിചാരിക്കുക. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരശക്തിയോട് എപ്പോഴും പ്രാർത്ഥിക്കുക. എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാവിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും എല്ലാവിധത്തിലുള്ള ജീവിത തകർച്ചകളിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർത്ത് എഴുന്നേൽക്കാൻ കഴിയും എന്നുള്ളതാണ്.